പ്രൈസ് ലോർഡ്. നമുക്ക് റോമാലേഖനം 11-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ എത്ര ചുമന്നെന്ന് ഓർക്ക. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലുവായിരുന്ന നമ്മെ ആ ഒലു മരത്തിനോട് ചേർത്ത് ദൈവം പണിതിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ അഹങ്കരിക്കരുത് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ അവ നിലനിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. ദൈവം പറയുകയാണ്, നമ്മൾ അഹങ്കരിക്കാതെ, നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഹല്ലേലൂയ. നമുക്ക് ഇതിനൊന്നും, ഈ കിട്ടിയ നന്മകൾക്കൊന്നും നമ്മൾ യോഗ്യരല്ല. ദൈവം നമുക്ക് തന്ന ദാനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ മക്കള്, നമ്മുടെ സ്വത്ത്, നമ്മുടെ ജോലി, നമ്മുടെ ആരോഗ്യം എല്ലാം ദൈവം നമുക്ക് തന്ന ദാനമാണെന്ന് നമ്മൾ ഓരോ ദിവസവും ദൈവത്തെ ഓർക്കണം. ഓരോ ദിവസവും നമ്മൾ അവനോട് ചേർന്ന് നിൽക്കണം. നമ്മൾ അവനെ വാഴ്ത്തണം. ഹല്ലേലൂയ. എൻ്റെ യേശുവിന്റെ നാമം നമ്മൾ ഉയർത്തണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മൾ ഞെളിയാതെ, നമ്മൾ അഹങ്കരിക്കാതെ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുന്നത്. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവല്ല ദൈവത്തിന്റെ ഖണ്ഡിതവും. നിന്നാലോ, നീ ദയയിൽ നിന്നാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. എന്ന് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കും. ഹല്ലേലൂയ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ദൈവം ഹല്ലേലൂയ യഹൂദന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി, എബ്രാഹാമിന്റെ സന്തതി പരമ്പരകളെ രക്ഷിക്കുന്നതിന് വേണ്ടി, എബ്രാഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോവിന്റെ സന്തതി പരമ്പരകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അരുമനാഥനായ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. സ്വന്തത്തിലേക്ക് അവൻ വന്നു. സ്വന്തമായവരോ അവനെ സ്വീകരിച്ചില്ല. അവൻ ജാതികളുടെ ഇടയിൽ പോയി. ഹല്ലേലൂയ. അവരെ സ്വന്തമായ യഹൂദന്മാര് അവനെ ക്രൂശിച്ച് അവനെ കൊന്നുകളഞ്ഞു. ദൈവമക്കളെ, ഹല്ലേലൂയ, ജീവനായവനെ അവൻ ത്യജിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു? ഹല്ലേലൂയ. കാട്ടൊലുവായിരുന്ന നമ്മെ, ജാതികളായിരുന്ന നമ്മെ എടുത്ത് നല്ല ഒലുവുകള്, നല്ല ഒലുമരത്തിന്റെ നല്ല കൊമ്പുകളെ വെട്ടിക്കളഞ്ഞ് നമ്മെ അതിൽ ഒട്ടിച്ചു ചേർക്കുകയാണ്, ബെഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസിനെ അറിയപ്പെടുന്നത്. പൗലോസ് പറയുകയാണ്, സ്വന്ത കൊമ്പുകളെ ആദരിക്കാതെ ഒടിച്ചു കളഞ്ഞുവെങ്കിൽ നിന്നെയും ഒടിച്ചു കളയും. നീ ഭയപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നീ അഹങ്കരിക്കാതെ അവന്റെ സന്നിധിയിൽ ചേർന്നിരിക്കണമെന്ന് ദൈവം അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, യേശു കർത്താവ് തന്റെ ജീവിതയാത്രയില്, ഹല്ലേലൂയ, വളരെ യഹൂദന്മാരിൽ നിന്നുള്ള വളരെയേറെ പീഡനങ്ങള് അവൻ അനുഭവിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അവൻ ക്രൂശിന്മേല്, ഹല്ലേലൂയ, യഹൂദന്മാർ പറഞ്ഞു, ബർബാസിനെ വിട്ടുതരുവീൻ, യേശുവിനെ ക്രൂശിക്കുക. ഒരു പാപവും ചെയ്യാത്ത യേശുവിനെ ക്രൂശിക്കുവാൻ അവർ ആക്രോശിച്ചു പറഞ്ഞു. ജീവനായവനെയോ അവർ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. യഹൂദന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വന്ന യേശുവിനെ യഹൂദന്മാരെ തള്ളിക്കളഞ്ഞപ്പോൾ ജാതികളെ അവൻ കൂട്ടിച്ചേർക്കുകയാണ്. ജാതികളെ അവൻ കൂട്ടിച്ചേർത്ത്, ഹല്ലേലൂയ, നമുക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഒരു അപ്പന് തന്റെ വീട്ടില് 10 മക്കള് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ 5 മക്കൾ അപ്പൻ പറയുന്നത് കേൾക്കാതെ വരുമ്പോൾ അവൻ വളരെ ദുഃഖത്തോടെ ആ 5 മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്.
5 മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി വഴിയിൽ കണ്ട 5 പേരെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഹല്ലേലൂയ, ഇവൻ എന്റെ മക്കളാണെന്ന് വിചാരിച്ച് ഇവൻ എന്റെ മക്കൾക്കുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഈ 5 മക്കൾക്ക് ഈ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഈ 5 പേർക്ക് ഒരപ്പൻ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നതായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ, അപ്പന്റെ മനോവിഷമം നോക്കിയേ. എത്ര ബുദ്ധിമുട്ടായിട്ടായിരിക്കും, എത്ര ദുഃഖത്തോടെയായിരിക്കും സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് പറച്ചെടി എറിഞ്ഞു കളയുന്നത്. ലോക മനുഷ്യരായ നമ്മൾ ഹല്ലേലൂയ, സാധാരണ ഒരു മനുഷ്യൻ, സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും സ്വന്തമായ തന്റെ 5 മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി വഴിയിൽ കാണുന്ന 5 മക്കളെ കൂട്ടിക്കൊണ്ടുവന്ന ഹല്ലേലൂയ, സ്വന്തം മക്കളായി എല്ലാ നന്മകളും അവന് കൊടുക്കുകയില്ല. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ യേശു പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യഹൂദന്മാരെ ഹല്ലേലൂയ, യഹൂദന്മാരായ മക്കളെ, സ്വന്തം മക്കളെ ദൈവം അവന്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കൊമ്പുകളെ വെട്ടിക്കളയുകയാണ്. ആ കൊമ്പുകളെ വെട്ടിക്കളഞ്ഞിട്ട് അത് ദുഃഖത്തോടെയാണ്, അത് പ്രയാസത്തോടെയാണ്, അത് സന്തോഷത്തോടെ അല്ല. ഹല്ലേലൂയ. കാരണം സ്വന്തം മക്കളെ ഹല്ലേലൂയ, സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കളയുവാൻ ഒരപ്പനും ഇഷ്ടപ്പെടുകയില്ല. ആ സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് ഇടുക്കിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ, ജാതികളായിരുന്ന മക്കളെ കൊണ്ടുവന്ന് സ്വന്തം മക്കളാക്കി ചേർത്ത് ഹല്ലേലൂയ, അവരെ ദൈവം പണിയുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. സ്വന്തം കൊമ്പുകളെ ആദരിക്കാതെ വെട്ടിക്കളഞ്ഞു എങ്കിൽ നിന്നെയും കളയും. ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിലെ ദൈവത്തിന്റെ ഖണ്ഡിതവും നിലനിന്നാലോ നീ ദയയിൽ നിലനിന്നാൽ ദയം തന്നെ, അല്ലെങ്കിൽ നീ ചൊരിക്കപ്പെടും. അവിശ്വാസം നിലക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്തിൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെയും മുറിച്ചെടുത്തു. സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്ര അധികം ഒട്ടിക്കും. നമ്മുടെ സ്വഭാവത്തിന് വിരോധമായി ഹല്ലേലൂയ, കാട്ടൊലിവായിരുന്ന നമ്മെ നല്ല ഒലിവിനോട്, നല്ല സ്വഭാവത്തിനോട് ദൈവം ഒട്ടിച്ചു ചേർത്തുവെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും ഹല്ലേലൂയ നമ്മൾ അഹങ്കരിക്കരുത്. അഹങ്കാരം ദൈവത്തിന് ഇഷ്ടമല്ല. അഹങ്കാരികൾ ദൈവം എതിർത്ത് നിൽക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ വരണം. ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അഹങ്കരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതെല്ലാം ഹല്ലേലൂയ ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ജോലി ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ സമ്പത്ത് ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? കാരണം കൊമ്പുകളെ വെട്ടിക്കളഞ്ഞു, യഹൂദന്മാരെ മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. സ്വജനത്തെ തള്ളിക്കളഞ്ഞു എന്ന്. ഹല്ലേലൂയ. ഒരു നാളുമില്ല. അങ്ങനെ ദൈവം ചെയ്യുകയില്ല. എബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ ദൈവം മുന്നറിയിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, നമ്മൾ അഹങ്കരിക്കുമ്പോഴാ, നമ്മൾ ദൈവത്തോട് മറുത്തു നിൽക്കുമ്പോഴാ ദൈവം നമ്മളെ ആദരിക്കാതെ പോയിരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അഹങ്കരിക്കാതെ അവന്റെ മുമ്പിൽ ദയോടെ സ്നേഹത്തോടെ അവനെ ഉയർത്തി യേശുവിനെ ഉയർത്തണം. യേശുവിനെ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ അവനെ ആരാധിക്കണം. അവന്റെ മുഖത്തേക്ക് നോക്കണം. നമുക്ക് വേണ്ടി മരിച്ച യേശു ഉണ്ട്. നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ് ആ യേശു. അവനെ നമ്മൾ ഓർക്കണം. അവനെ നമ്മൾ ഓർത്താൽ അവന്റെ മുമ്പിൽ അഹങ്കാരത്തോടെ നിൽക്കാതെ സ്നേഹത്തോടെ ദയോടെ അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, അവനെ നമ്മൾ ഉയർത്തി ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ചേർത്ത് പണിയുന്ന ദൈവമാണെന്ന് ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായിരുന്ന നിന്നെ അവരുടെ ഒട്ടിച്ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന്
പങ്കാളിയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കാട്ടൊലുവായിരുന്നു. ഈ നന്മകൾക്കൊന്നും നമ്മൾ യോഗ്യരല്ലായിരുന്നു. പക്ഷേ ആ ദൈവത്തിന്റെ വലിയ സ്നേഹമുണ്ടല്ലോ, ആകാശഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. അവന്റെ ദയ, ഹല്ലേലൂയ, നമ്മോടുള്ള അവരുടെ സകല സൃഷ്ടിയോടും അവൻ ദയ കാണിക്കുന്ന ദൈവമാണ്. നല്ല നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം, ഹല്ലേലൂയ, നമ്മളെ ചേർത്ത് പണിതു. ഹല്ലേലൂയ. നല്ല ഒലിവിനോട് നമ്മൾ ഇതിനൊന്നും അവകാശികളല്ലായിരുന്നു, ഇതിനൊന്നും നമ്മൾ യോഗ്യരല്ല. പക്ഷേ അവന്റെ ദയ അവൻ അതിനോട് ചേർത്ത് പണിതു. അതുകൊണ്ട് നമ്മൾ ഇതിലൊക്കെ ആയിരിക്കുന്നു. അതുകൊണ്ട് അഹങ്കാരമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ഈ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ.